എമ്പുരാൻ വീഡിയോ വഴി വൈറലായ ഉസ്താദ് ഇപ്പോൾ വിവാദങ്ങളിലൂടെ തലയെടുക്കുമെന്ന് ഉറപ്പായതോടെ തന്റെ വീഡിയോകൾ അവസാനിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. മഹാനായ സ്റ്റീഫൻ നെടുമ്പള്ളി പറഞ്ഞിട്ടുണ്ട്, നിന്റെ തന്തയല്ല എന്റെ തന്ത. പച്ചയ്ക്ക് പറഞ്ഞപ്പോൾ ഉസ്താദ് വൈറലായി, തൊട്ടു പിന്നാലെ എയറിലുമായി. പിന്നീട് സംഭവിച്ചത് പൂട്ടിക്കെട്ടലായിരുന്നു. ആദ്യ വീഡിയോ തന്റെ സോഷ്യൽ മീഡിയയിൽ തരംഗമായി മാറിയപ്പോൾ പച്ച ജുബ്ബയുടുത്ത് തൊപ്പിയും വെച്ച് അതിമനോഹരമായ വാക്കുകൾ നീട്ടിയും കുറുക്കിയും പറഞ്ഞ വൈറൽ ഉസ്താദ് ഒടുക്കം 7ാമത്തെ വീഡിയോയിലൂടെ പരിപാടി അവസാനിപ്പിക്കുകയാണുണ്ടായത്. പിന്നീട് 8ഉം 9ഉം വീഡിയോകൾ പുറത്തിറങ്ങിയെങ്കിലും അത് ഞാൻ എന്റെ പ്രഭാഷണ പരമ്പര അവസാനിപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ളതായിരുന്നു. ഇത്തരത്തിൽ യുവ ഉസ്താദിനെ, വൈറൽ ഉസ്താദിനെ ഇല്ലാതാക്കിയതാരാണ്? മതപണ്ഡിതന്മാരെ പൊളിച്ചടുക്കി ജനങ്ങൾക്ക് മുൻപിൽ ഇട്ടുകൊടുത്തപ്പോൾ അതിന് അഫ്സൽ ഷാ എന്ന യുവാവിട്ട പേരാണ് പിരിവിൻ നിലാവ് എന്ന്. പിന്നീട് അങ്ങോട്ട് എമ്പുരാനെ കുറിച്ചും സുനിത വില്യംസിനെ കുറിച്ചുമൊക്കെ ഉസ്താദ് വാചാലനായി. സുനീറ വില്യംസിന്റെ വസ്ത്രം, ലോകത്ത് ഏറ്റവും കുറഞ്ഞ വസ്ത്രം ധരിക്കുന്ന അമേരിക്കയിൽ ജീവിച്ച സുനീറ വില്യംസ് ഉണ്ടല്ലോ, ആരും കാണാതിരിക്കുമ്പോൾ, വീട്ടിലല്ലാതെ താമസിക്കുമ്പോൾ പോലും, അന്യപുരുഷന്മാരുടെ കൂടെ താമസിക്കുമ്പോൾ എന്റെ വസ്ത്രം എനിക്ക് സംരക്ഷണം നൽകുമെന്ന് ഉറപ്പിച്ചുകൊണ്ട് പൂർണ്ണമായ വസ്ത്രം ധരിച്ചില്ലേ. എന്നാൽ ഇതിനിടയിൽ ബക്കറ്റ് പിരിവുകൾക്കപ്പുറത്ത് QR കോഡ് വഴി പിരിവ് നടത്തുന്ന പ്രാർത്ഥനാ വീഡിയോ കൂടി അഫ്സൽ പങ്കുവച്ചപ്പോൾ താന്റെ മുഖത്തിന് വർക്കത്തുള്ള പുഞ്ചിരി ഇങ്ങനെ വിടർന്ന മനസ്സിലായിക്കോളി, സംഭാവനകൾ കൂമ്പാരായിട്ട് വരുന്നുണ്ട്. പേരിൽ മാത്രം മുസ്ലിം ഉള്ളവൻ എന്ന് പറഞ്ഞ് അഫ്സലിന് നേർക്ക് ഭീഷണികൾ മുടക്കി സോഷ്യൽ മീഡിയ. അങ്ങനെ വൈറൽ ഉസ്താദിനെ പൂട്ടുകയാണുണ്ടായത്. തുറന്നു പറച്ചിൽ കാണാം. സത്യം പറഞ്ഞാൽ ഇത് നിർത്തണം എന്ന് എനിക്കും ആഗ്രഹമില്ല. കാരണം ഫേമസ് ആകാൻ ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ, കുറച്ച് ഫേമസ് ആവുകയും ചെയ്തു. അപ്പൊ ഇത് നിർത്തണ്ട തന്നെയായിരുന്നു. പക്ഷെ ആൾക്കാരുടെ പ്രശ്നം എന്താ വെച്ചാൽ, ഒന്നീ കുപ്പായാണ്, നീ ഈ ഒരു പവിത്രമായ കുപ്പായത്തെ കളിയാക്കി അങ്ങനെയൊക്കെ വേദനിച്ചു പോയിട്ടുണ്ട് കുറെ ആൾക്കാർക്ക്. അപ്പോ സത്യം പറഞ്ഞാൽ ഇത് നമ്മളെ സുഹൃത്ത് അജ്മൽ ദഫിനിടുന്ന കുപ്പായാണ്. അപ്പൊ ഞാൻ മനഃപൂർവ്വം ഒരു ഉസ്താദിന്റെ വെള്ളക്കുപ്പായ ഇടാതിരിക്കാൻ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. പക്ഷെ എന്നിട്ട് പോലും അത് പ്രശ്നമായി എന്നുള്ളതാണ്. രണ്ടാമത്തത് ഈ ശൈലി. അപ്പൊ ഈ ശൈലിയിൽ ഇങ്ങനെ പറയുമ്പോ ആളുകൾ വിശ്വസിക്കുകയാണ് ഇതൊരു ഉസ്താദ് തന്നെയാണെന്നുള്ളത്. അപ്പൊ എനിക്കൊരു സങ്കടം തോന്നിയത്, ശൈലി മാത്രം ഉണ്ടായ ഉസ്താദ് ആവില്ലല്ലോ. ശരിക്കും ഒരു 10-15 കൊല്ലം ദർസ് പഠിച്ചിട്ട് കാര്യങ്ങൾ അത്രയും മനസ്സിലാക്കിയിട്ടല്ലേ ഒരു ഉസ്താദ് ഉണ്ടാകുന്നത്. അപ്പൊ അങ്ങനെ ഓല് പറയണ അതേമാതിരി നമ്മളും പറയുന്നു, അല്ലെങ്കിൽ ഇത് ഉസ്താദാണെന്നൊക്കെ വിചാരിക്കുന്നു എന്നൊക്കെ പറയുമ്പോ എനിക്ക് ഒരു ടെൻഷൻ. അതിലെവിടെ നിങ്ങൾ മതത്തെ വിമർശിച്ചിട്ട് കണ്ടിട്ടില്ല. മതത്തെ വിമർശിക്കുന്നതൊക്കെ ഓരോരുത്തരുടെ സ്വാതന്ത്ര്യമാണ്. അതേപോലെ ആ ഒരു കോമഡി ആയിട്ട് നിങ്ങൾ ചെയ്ത 3 വീഡിയോ ഞാൻ കണ്ടു. അതിലെവിടെ നിങ്ങൾ മതത്തെ വിമർശിക്കുന്നതായിട്ട് കണ്ടിട്ടില്ല. സത്യത്തില് മതത്തെ വിമർശിച്ചിട്ടില്ല എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. പക്ഷെ മനസ്സിലാവാത്ത ആൾക്കാരുണ്ട്. കാരണം നിങ്ങളത് വീഡിയോ എടുത്ത് നോക്കി, ഇപ്പൊ മനസ്സിലാത്തവരോടാട്ടോ പറയണേ, നിങ്ങൾ ആ വീഡിയോ എടുത്ത് നോക്കി കഴിഞ്ഞാൽ അതിൽ ഞാനൊരു സലാം പറഞ്ഞ് തുടങ്ങണില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും അസ്തഗ്ഫിറുല്ലാഹ്ന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ആയത്തോ ഹദീസ് ഒന്നും എവിടെയില്ല. മനഃപൂർവ്വം അല്ലെങ്കിൽ ഇസ്ലാമിലുള്ള വിഷയങ്ങളുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഒരു പ്രതികരണം നിങ്ങൾക്ക് ലഭിച്ചോ? ഉണ്ട്. പ്രതികരണം ലഭിച്ചോന്നോ? എനിക്കിപ്പോ ഫോൺ തുറക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. എന്തായാലും ഉസ്താദ് വൈറലായി, എന്നിട്ടും ഇത് അവസാനിപ്പിക്കുകയെന്നാണ് ഉസ്താദ് പറയുന്നത്. പിന്നെ ഇതെന്തിനാണ് തുടങ്ങിയത്? സത്യത്തിൽ ഇത് അങ്ങനെ ഒരു പ്ലാൻ ചെയ്ത് തുടങ്ങിയ സംഭവമൊന്നുമല്ല. ഇത് നമ്മളൊരു സാന്ദർഭികമായിട്ട് നമ്മളൊരു കഥ എഴുതുന്നുണ്ട്. അതൊരു OTTക്കുള്ള വർക്കാ. അപ്പൊ ആ കഥയിലുള്ള ഒരു കഥാപാത്രം ഉണ്ട്, ഒരു ഉസ്താദ് ശരിക്കും പറഞ്ഞ ഒരു ദർസ് പഠിച്ചിട്ട് ആള് ഈജിപ്ത് പോയിട്ട് ഒരു ഡോക്ടറായിട്ട് മടങ്ങി വരികയാണ്. അപ്പൊ ആള് ഇവിടെ വന്ന് പഠിച്ച കാര്യങ്ങളൊക്കെ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോ ആളുകൾക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ ഉസ്താദ് മനസ്സിലാക്കുകയാണ്, ഇത് മനസ്സിലാക്കിപ്പിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഭാഷ ഈ ഉസ്താദിന്റെ ഭാഷ തന്നെയാണ്. അങ്ങനെ ഉസ്താദ് എന്ത് ചെയ്യാണ്, അതില് നിങ്ങള് എന്താ പറയാ പാരസിറ്റാമോള് കഴിക്കണേ അങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന ഒരു കഥാപാത്രം ഉണ്ട്. അതൊരു ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഉസ്താദ്. അതൊരു വലിയ കഥയാണ്. പിന്നീട് അതിൽ കുറെ ഇതുണ്ട്. ഞാൻ അതിന്റെ ത്രെഡ് പൊളിക്കാൻ പാടില്ല, കാരണം അതൊരു വർക്കായിട്ട് വരുന്നതാണ്. അപ്പൊ ആ കഥ ഞങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കൂടെ അതിൽ ഉള്ള ആൾക്കാർക്ക് അവർ ഇതര മതസ്ഥരാണ്. അപ്പൊ അവർക്കിത് എന്താണ് ഈ ഉസ്താദിന്റെ ഒരു ഇത് കിട്ടില്ല. അപ്പൊ അവർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞങ്ങള് ഒരു എമ്പുരാൻ 2 ദിവസം മുന്നേ സിനിമ ഞങ്ങൾ കണ്ടുവന്നതാ. അപ്പൊ ആ സിനിമയിലുള്ള ഒരു കഥാപാത്രത്തെ ഉസ്താദ് എങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും നമ്മൾ കാണിച്ചു കൊടുത്തതാ. അപ്പൊ ഞാൻ ഓൾറെഡി ഇതിങ്ങനെ പൊതുവേ ഇങ്ങനത്തെ കാര്യങ്ങൾ പ്രസന്റ് ചെയ്യുന്നതാ. അങ്ങനെ ഞാനത് കാണിച്ചു കൊടുക്കുമ്പോൾ അത് അതിന്റെ ഒരു ഇതിന് വേണ്ടിയിട്ട് അവർ ഷൂട്ട് ചെയ്തും വെച്ചു. അപ്പൊ ഷൂട്ട് ചെയ്ത ആള് നമ്മളൊരു സുഹൃത്ത് ജാബിർ പറഞ്ഞത്, അത് രസമുണ്ട്, ഇത് നമുക്കൊരു പേജ് ആക്കി ഇട്ടിട്ട് ഈ ഒരു ഉസ്താദ് ആയിക്കോ ഫേമസ് ആവുമെന്ന് പറഞ്ഞു.
അപ്പോ എന്നാ പിന്നെ ഞാൻ പറഞ്ഞു ഞാൻ എന്തായാലും ഞാൻ ടാഗ് ഒന്നും ചെയ്യില്ല, ഈ എന്തായാലും ഇട്ടോ എന്നുള്ള രീതിയിൽ അവന് കൊടുത്തതും. പിന്നെ ഞങ്ങൾ ആദ്യത്തെ 1-2 ഇട്ടപ്പോ ഒരു ചെറിയൊരു റിസൾട്ട് വന്നപ്പോ അന്ന് തന്നെ ഞങ്ങളൊരു 4-5 കണ്ടന്റും കൂടെ ഷൂട്ട് ചെയ്തു. ചുരുക്കം പറഞ്ഞാൽ ഒറ്റ ദിവസം ഷൂട്ട് ചെയ്ത സാധനമാണിത് മൊത്തം. അത് ഇങ്ങനെ വൈറലാവും എന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടില്ല. ഇതാണിത് ഉണ്ടാവാനുള്ള ഒരു കാരണം. അപ്പൊ ഇപ്പൊ നമ്മള് ഈ എമ്പുരാന്റെ ഒരു വൈബിൽ നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പൊ ആ ഒരു വൈബിലാണ് വളരെ അപ്രതീക്ഷിതമായിട്ടാണ് ഞാൻ ഈ വീഡിയോ കാണുന്നത്. അപ്പൊ ഞാനിത് കണ്ടപ്പോൾ ശരിക്കും എനിക്ക് ചിരി വന്നു. കാരണം ഞാൻ പ്രതീക്ഷിച്ചത് പുതിയൊരു ഉസ്താദ് നമ്മളെ സമുദായത്തിന് കിട്ടിയിരിക്കുന്നു, എന്താണ് പറയുന്നത് നോക്കാം. പിന്നെയാണ് അത് എമ്പുരാൻ സിനിമയുടെ ഒരു കോമഡി ആയിട്ടാണ് അവതരിപ്പിച്ചത് മനസ്സിലായത്. അപ്പൊ അങ്ങനെ രസകരമായിട്ടൊരു സംവിധാനം ഒരു സാധനം ചെയ്തിട്ട് പിന്നെ എന്തിനാണ് നിർത്തേണ്ട കാര്യം, എന്താണ് അതിലുള്ളത്? സത്യം പറഞ്ഞാൽ ഇത് നിർത്തണമെന്ന് എനിക്കും ആഗ്രഹമില്ല. കാരണം ഫേമസ് ആകാൻ ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. കുറച്ച് ഫേമസ് ആവുകയും ചെയ്തു. അപ്പൊ ഇത് നിർത്തണ്ട തന്നെയായിരുന്നു. പക്ഷെ ആൾക്കാരുടെ പ്രശ്നം എന്താ വെച്ചാൽ ഒന്നീ കുപ്പായാണ്, നീ ഈ ഒരു പവിത്രമായ കുപ്പായത്തെ കളിയാക്കി അങ്ങനെയൊക്കെ വേദനിച്ചു പോയിട്ടുണ്ട് കുറെ ആൾക്കാർക്ക്. അപ്പോ സത്യം പറഞ്ഞാൽ ഇത് നമ്മളെ സുഹൃത്ത് അജ്മൽ ദഫിനിടുന്ന കുപ്പായാണ്. അപ്പൊ ഞാൻ മനഃപൂർവ്വം ഒരു ഉസ്താദിന്റെ വെള്ളക്കുപ്പായ ഇടാതിരിക്കാൻ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. പക്ഷെ എന്നിട്ട് പോലും അത് പ്രശ്നമായി എന്നുള്ളതാണ്. രണ്ടാമത്തത് ഈ ശൈലി. അപ്പൊ ഈ ശൈലിയിൽ ഇങ്ങനെ പറയുമ്പോൾ ആളുകൾ വിശ്വസിക്കുകയാണ് ഇതൊരു ഉസ്താദ് തന്നെയാണെന്നുള്ളത്. അപ്പൊ എനിക്കൊരു സങ്കടം തോന്നിയത് ശൈലി മാത്രം ഉണ്ടായ ഉസ്താദ് ആവില്ലല്ലോ. ശരിക്കും ഒരു 10-15 കൊല്ലം ദർസ് പഠിച്ചിട്ട് കാര്യങ്ങൾ അത്രയും മനസ്സിലാക്കിയിട്ടല്ലേ ഒരു ഉസ്താദ് ഉണ്ടാകുന്നത്. അപ്പൊ അങ്ങനെ ഓല് പറയണ അതേമാതിരി നമ്മളും പറയുന്നു, അല്ലെങ്കിൽ ഇത് ഉസ്താദാണെന്നൊക്കെ വിചാരിക്കുന്നു എന്നൊക്കെ പറയുമ്പോ എനിക്ക് ഒരു ടെൻഷൻ പ്രശ്നമാവുമെന്ന്. അതിലെവിടെ നിങ്ങൾ മതത്തെ വിമർശിച്ചിട്ട് കണ്ടിട്ടില്ല. മതത്തെ വിമർശിക്കുന്നതൊക്കെ ഓരോരുത്തരുടെ സ്വാതന്ത്ര്യമാണ്. അതേപോലെ ആ ഒരു കോമഡി ആയിട്ട് നിങ്ങൾ ചെയ്ത 3 വീഡിയോ ഞാൻ കണ്ടു. അതിലെവിടെ നിങ്ങൾ മതത്തെ വിമർശിക്കുന്നതായിട്ട് കണ്ടിട്ടില്ല. അപ്പൊ നിങ്ങൾക്ക് ഇത് തുടർന്നാൽ പോരെ, എന്തിനാണ് നിർത്തുന്നത്? സത്യത്തില് മതത്തെ വിമർശിച്ചിട്ടില്ല എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. പക്ഷെ മനസ്സിലാവാത്ത ആൾക്കാരുണ്ട്. കാരണം നിങ്ങളത് വീഡിയോ എടുത്ത് നോക്കി, ഇപ്പൊ മനസ്സിലാത്തവരോടാട്ടോ പറയണേ. നിങ്ങൾ ആ വീഡിയോ എടുത്ത് നോക്കി കഴിഞ്ഞാൽ അതിൽ ഞാനൊരു സലാം പറഞ്ഞ് തുടങ്ങണില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും അസ്തഗ്ഫിറുല്ലാഹ്ന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ആയത്തോ ഹദീസ് ഒന്നും എവിടെയില്ല. അത് മനഃപൂർവ്വം. പക്ഷെ അത് ചെയ്ത ആളുകൾക്ക് വേദനിക്കും എന്ന് അറിയുന്നതുകൊണ്ട് തന്നെ ഒഴിവാക്കിയതാ. അത് ഞാൻ മനഃപൂർവ്വം ഒഴിവാക്കിയത്. അല്ലെങ്കിൽ ഇസ്ലാമിലുള്ള വിഷയങ്ങളുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഒരു പ്രതികരണം നിങ്ങൾക്ക് ലഭിച്ചോ? ഉണ്ട്. പ്രതികരണം ലഭിച്ചോന്നോ? എനിക്കിപ്പോ ഫോൺ തുറക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അതിൽ കുറെ ആളുകൾ പേഴ്സണലി കമന്റ് ഇട്ടുക, ഇജയനായ പടച്ചോനെ കുറിച്ച് പറയാന്നൊക്കെയാണ് പറയണത്. ഓലെ ഭാഷ കോമഡിയാണ്. പക്ഷെ അവരുടെ റിയാക്ഷൻസ് ഭീകര. അന്നെ നമ്മൾ വിടൂല, ഈ ഒരു മൂഡാണ്. വെറുതെ നല്ലടി നാട്ടിൽ കിട്ടുന്ന പറയില്ലേ. അപ്പൊ അത് നമ്മുടെ സമാധാന സ്വൈര്യ ജീവിതത്തെ ബാധിച്ചിട്ടുള്ള പ്രബോധനത്തിലൊന്നും ഞാനില്ല. പിന്നെ നമ്മളെ കച്ചവടമൊക്കെ ഉണ്ട്. അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് അറിയാലോ, നമ്മളുടെ ഒരു മേഖല, നമ്മള് രാത്രിയും പകലും ഇല്ലാത്ത ഏരിയയാണ്, പല സ്ഥലത്ത് വർക്ക് ചെയ്യുന്ന ഒരാളാ. അപ്പോ അതിനൊക്കെ അത് ബാധിക്കും എന്നുള്ളൊരു സാധനം വന്നപ്പോ എനിക്ക് തോന്നി വേണ്ട, ഇത് ഒരു തീക്കളിയാണ്. അപ്പൊ അത് നിർത്താന്നുള്ളത്. ഈ ഒരു വീഡിയോ ശരിക്കുള്ള ഉസ്താദന്മാരെ ആരെങ്കിലും കണ്ടിട്ട് എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞിട്ടുണ്ടോ? എന്തെങ്കിലും ഒരു പോസിറ്റീവ് ഫീഡ്ബാക്ക് ഇതിൽ വന്നിട്ടുണ്ടോ? മീൻസ് വിശ്വാസികളായിട്ടുള്ള ആളുകളുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു ഫീഡ്ബാക്ക് വന്നിട്ടുണ്ടോ? ഇനി ഇതിനെ നെഗറ്റീവ് മാറ്റി കഴിഞ്ഞാൽ ഇതിൽ ബാക്കിയുള്ള കമന്റുകളിൽ ശരിക്കും പറഞ്ഞ ഉസ്താദുമാരായിട്ടുള്ള ആൾക്കാർ, പേര് പറയണ്ടെന്ന് വിചാരിക്കാം, വേണ്ടല്ലോ. അപ്പൊ അതില് 2-3 ഉസ്താദുമാർ തന്നെ നല്ല ഫോളോവേഴ്സ് അല്ലെങ്കിൽ നല്ല പ്രഭാഷണം നടത്തുന്ന ഉസ്താദുമാരുടെ അക്കൗണ്ടിൽ അവർ പേഴ്സണലി അയച്ച മെസ്സേജ് ഉണ്ട്. അതിലൊരു ഉസ്താദ് വളരെ കോമഡി ആയിട്ട് പറഞ്ഞു, ചിലപ്പോ ഈ സ്വർഗത്ത് പോകും. കാരണം അത്രയും എന്താ പറയാ, ആൾക്കാർ വഴിതെറ്റുന്നവരെയാണ് ഈ നേരെ ആക്കണത്. അവിടെ ഇത് തുടർന്നോളൂ. കാരണം നമ്മളുടെ മതത്തിൽ ഇങ്ങനെ പിരിവ് നടത്തുന്ന അല്ലെങ്കിൽ എന്ത് വിവരക്കേടും പറയുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് ഇത് പറയാൻ കഴിയൂല. അപ്പൊ ഇങ്ങനത്തെ ആളുകൾ ട്രോൾ ചെയ്യാല്ലെങ്കിൽ കുറച്ചാൾക്ക് ബോധം വെക്കട്ടെ എന്ന് പറഞ്ഞ് ഒരു ഉസ്താദുണ്ട്. അതേപോലെ തന്നെ ഇത് മതത്തെ വിമർശിക്കാതെ ഈ രീതിയിൽ തുടരുന്നത് നല്ലത് തന്നെയാണ്. അതിൽ വേറെ ആളുകൾ, കാരണം കമന്റുകൾ കുറെ വരുന്നത് അവരും ശ്രദ്ധിച്ചിട്ടുണ്ട്, അത് കാര്യമാക്കണ്ട എന്ന് പറഞ്ഞ ഉസ്താദുമാരുണ്ട്. പിന്നെ അതേപോലെ തന്നെ യാത്ര നടത്തുന്ന പല ഉസ്താദുമാരുണ്ട്, ഇങ്ങനെ വളരെ സ്ഥലങ്ങളൊക്കെ പോയിക്കണം. അവരുടെയൊക്കെ പേഴ്സണൽ മെസ്സേജ് വളരെ നല്ല രീതിയിലാണ്. അതായത് ദീർഘമായ എഴുത്തുകളൊക്കെ എനിക്ക് മെസ്സേജ് ആയിട്ട് വന്നിട്ടുണ്ട്. പുസ്തകന്മാരുടെ സൈഡിൽ നിന്ന് പോസിറ്റീവായിട്ട് തന്നെയാണ് കുറെ വന്നിട്ടുള്ളത്. കുറെ ആൾ പറയാതെ നിൽക്കുന്നുണ്ടാവും. രണ്ടാമത് ഞാൻ കണ്ടത് പിന്നെ ഈ പറയുന്ന മതത്തിൽ വിശ്വസിക്കുന്ന എനിക്കറിയാവുന്ന ആൾക്കാരുണ്ടല്ലോ, ഇവരൊക്കെ ഭയങ്കര ട്രോളായിട്ട് ഇതിനെടുത്ത് അത് ഭയങ്കര രസമുണ്ട് കേട്ടോ, വൻ മൂഡ്. അപ്പൊ ഈ എന്ത് ചെയ്യരുത്, അവരൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു മതത്തിലുള്ള വിധിവിലക്കുകളെയോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളെയോ ഡിസ്കസ് ചെയ്ത് അതിന് ആധികാരികമായിട്ട് പണ്ഡിതന്മാർ തന്നെയാണ്. അപ്പൊ ഞാനും അത് എഗ്രി ചെയ്യുന്ന ആളാണ്. അപ്പൊ അങ്ങനെ പോസിറ്റീവായിട്ട് പറഞ്ഞ ആൾക്കാരുണ്ട്.
ഇനി ഇതിൽ വേറൊരു അപകടം എനിക്ക് വേറെയുണ്ട്. അല്ല, ഇതില് പിന്നെ തെറ്റിദ്ധരിക്കപ്പെടാൻ കാരണം ഞാൻ മനസ്സിലാക്കുന്നത്, നിങ്ങൾ ചെയ്ത വീഡിയോ അതിന്റെ പാർട്ട് കഷ്ണങ്ങളായിട്ടാണ് വന്നിരിക്കുന്നത്. അതിന്റെ ആ തുടക്കത്തിൽ കാണുമ്പോൾ നല്ലൊരു യുവ പണ്ഡിതൻ നമ്മുടെ സമുദായത്തിന് ലഭിച്ചു എന്നുള്ളൊരു തോന്നലാണ്. പക്ഷെ അത് മുഴുവനായിട്ട് കാണുമ്പോഴാണ് അത് പൂർണ്ണമായിട്ടും തമാശയാണ് എന്നുള്ളൊരു രീതിയിലേക്ക് നമുക്ക് മനസ്സിലാകുന്നത്. കൂട്ടത്തിൽ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, നിങ്ങള് വിശ്വാസത്തിനെതിരാണോ? അല്ല, ഞാനിപ്പോ ഒരു എന്താ പറയാ മുനാഫിക്ക് സെറ്റപ്പിലപ്പോ നിക്കുന്നത്. പക്ഷെ സത്യത്തിൽ ഞാൻ എന്തല്ല മതത്തിനെതിരല്ല, അല്ലെങ്കിൽ വിശ്വാസത്തിനെതിരായ ഒരാളല്ല. ഞാൻ പോലും അതിന്റെ ഒരു കാര്യമായിട്ട് പറഞ്ഞാൽ കഴിഞ്ഞ വലിയൊരുതാക്ക് 3ാമത്തെ സൊഫിലിരുന്ന ആളാ ഞാൻ. ഓക്കെ, അതിന്റെ അർത്ഥം ഞാൻ ഭയങ്കര വിശ്വാസിയാണെന്നുള്ളതല്ല. അതായത് ഈ കൾച്ചറിന് എഗ്രി ചെയ്യുന്ന, അഡ്രസ് ചെയ്യുന്ന സൊസൈറ്റിയിലെ എല്ലാ മതങ്ങളും ക്വാളിറ്റിയുള്ള ഒരു ഇൻവോൾവ്മെന്റ് നടത്തുന്നുണ്ടെന്ന് വിചാരിക്കുന്ന ആളാണ്. അതിന് വേറെ പ്രോബ്ലം വേറൊരു സൈഡിൽ നമ്മൾ അഡ്രസ് ചെയ്യണം. പക്ഷെ അങ്ങനെ തന്നെ വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. അത് അതിൻ്റെതായ പാർട്ട് ഉണ്ട്. കാരണം ഇത്രയും പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് നിയമ ഭേദഗതികൾക്ക് പരിമിതി ഉണ്ട് എന്നും, അപ്പോൾ മതവിശ്വാസം ഒരു പരിധി വരെ ഗുണം ചെയ്യുന്നുണ്ട് എന്നും വിചാരിക്കുന്നുണ്ട്. ഭവിഷ്യത്ത് വേറെ വിചാരിക്കാം, അത് വേറൊരു വിഷയം. വേണമെന്ന് വിചാരിക്കുന്ന ഒരാൾ തന്നെയാണ് ഞാൻ. പിന്നെ എനിക്കിതിന് വിവരം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. സത്യം പറഞ്ഞാൽ ഞാൻ 5ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. അത് മദ്രസ പഠിച്ച ഒരാളാണ്. പിന്നെ ഞാൻ ഈ ശൈലി പഠിച്ചത് ഒന്ന് ഞാൻ കുറച്ച് ഒബ്സർവ് ചെയ്യാറുണ്ട്. പൊതുവേ കാര്യം ഈ ശൈലിയല്ല, പല ശൈലികൾ ഞാൻ ഒബ്സർവ് ചെയ്യാറുണ്ട്. അപ്പോ ഇതില് ഞാൻ നമ്മൾ വണ്ടിയിലൊക്കെ പോകുമ്പോൾ നമുക്ക് പാട്ട് കേൾക്കുമ്പോൾ 5 മിനിറ്റ് കൊണ്ട് തീരുമല്ലോ. അപ്പൊ ഞാൻ എന്ത് ചോദിച്ചാല് ഈ ഉസ്താദ്മാരെ പ്രസംഗം എടുത്ത് വെക്കും. അപ്പൊ അതിന് 1.5 മണിക്കൂറൊക്കെ ഉണ്ടാവും. അപ്പൊ ഒരു ദീർഘയാത്ര നമ്മളിങ്ങനെ മുഴുകി പോകും. അപ്പൊ ഇവർ ഉപയോഗിക്കുന്ന ഒരു ശൈലിയുണ്ട്. ഒരു കാര്യത്തെ പലതായിട്ട് അവതരിപ്പിച്ച് അതേപോലെ ഒരു പ്രത്യേക ഋതത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ നമുക്കൊരു ഫീല് കിട്ടുന്നുണ്ട്, നമ്മൾ ആ സാധനത്തിൽ ഇൻവോൾവ് ആകുന്നുണ്ട്. അപ്പം നമുക്ക് എന്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞുകൂടാ, അല്ലെങ്കിൽ ഈ ശൈലി എന്ത് രസമാണെന്ന് ഞാൻ വിചാരിച്ചിട്ട് ഞാൻ ചിലപ്പോൾ പറഞ്ഞു നോക്കാറുണ്ട്. അതിനേക്കാൾ കോമഡി ഞാൻ ചിലപ്പോൾ വല്യമ്മക്കൊക്കെ പറഞ്ഞു കൊടുക്കും. വല്യമ്മ അങ്ങനെ പറയും, ഇഞ്ച് കുട്ടി വന്നിക്കണ്, പേരക്കുട്ടി വന്നിക്കണ് എന്നൊക്കെ പറയും. ഇഞ്ച് ഇടയ്ക്ക് ഇങ്ങനെ എന്നെ പണ്ട് ചെറുപ്പം മുതലേ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ വല്യമ്മ നിങ്ങൾക്കറിയോ, നിങ്ങളെ പേരക്കുട്ടി വന്നിട്ട് നിങ്ങൾക്ക് എന്താണ് കൊണ്ടുവന്നതെന്ന് നോക്കൂ. അത് വല്യമ്മ ഇഞ്ച കുട്ടി ഇപ്പോഴും നിസ്കരിച്ച കുട്ടിയെ എന്നൊക്കെ പറഞ്ഞിട്ട് ഉമ്മാക്ക് അതിൽ ഇഷ്ടമാണ്. കാരണം ഉമ്മാക്ക് അത് കാണുമ്പോഴാണ് ഇഷ്ടം. അപ്പം ഞാൻ അങ്ങനെ ആ ശൈലി അനുകരിച്ച് ശീലിച്ചു എന്നല്ലാതെ എനിക്ക് ഈ പറയുന്ന ഇതായിട്ടൊന്നും ഒരു ബന്ധവുമില്ല. മതത്തിന്റെ ആധികാരികമായിട്ടൊരു കാര്യത്തെ വിമർശിക്കാനുള്ള ബുദ്ധിയില്ല, അത് സത്യമായിട്ട് പറഞ്ഞു കൊടുക്കാനുള്ള ബുദ്ധി എനിക്കില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാനത് തൊടാതിരുന്നത്. പിന്നെ ഒരു കാര്യം ഇപ്പൊ എനിക്ക് കൂടുതൽ മനസ്സിലായത്, നമുക്ക് ബുദ്ധി ഉണ്ടോ ഇല്ല എന്നുള്ളതിന്റെ ഒക്കെ അപ്പുറത്ത് ഇത് എന്ത് പറഞ്ഞാലും കൊടുക്കുന്നുള്ളൊരവസ്ഥയാണ്. അതാണ് അവസ്ഥ. സൊസൈറ്റി നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ മതവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയം പറയുമ്പോൾ ചിലപ്പോൾ അത് ഗൗരവമായിട്ട് മാറാൻ സാധ്യതയുണ്ട് അല്ലേ? ഉണ്ട്. ഞാൻ അതിനേക്കാൾ വലിയൊരു അപകടം ഞാൻ ഇതിൽ കണ്ടത് എന്താ അറിയാം, ഞാൻ ഇത് നിർത്തുന്നതിന് വേറെ മതം എന്ന് മാത്രമല്ലല്ലോ, ഏതിലും അത് ബാധകമല്ലേ? രാഷ്ട്രീയമായാലും ഏതൊരു വിഷയത്തിലും നമ്മൾ എങ്ങനെ പറയുന്നു അല്ല, അത് വൈകാരികമാവാനുള്ള സാധ്യത എല്ലാത്തിനും ഇല്ലേ? ശരിക്കും ഉണ്ട്. പണ്ട് ഞാൻ അതേപോലെ ഒരു നാടകം കളിച്ചിട്ട് വലിയൊരു പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. കുറേ മുന്നെയാണ്. അതായത് അതൊരു പ്രമുഖ പാർട്ടിക്കെതിരെയായിരുന്നു. അപ്പോൾ ആളുകൾ അത്, കാരണം അതിൽ നിഷ്കളങ്കമായ മനുഷ്യർ പാർട്ടിയിലാണെങ്കിലും മതത്തിലാണെങ്കിലും ഈ റിയാക്ഷൻ വലുതാ. ഒരു 2-3 മണിക്കൂർ എന്നോട് പിടിച്ചു വെച്ച് ഏറെടാ നമ്മളെ പറയാന്നൊക്കെ ചോദിച്ചിട്ട്, സംഭവം ഒരു വേറെ അതൊരു സ്ക്രിപ്റ്റിന്റെ ഒരു കഥാപാത്രമായിരുന്നു. അത് എനിക്ക് തോന്നുന്നു 8 കൊല്ലം മുന്നേ കണ്ട. അപ്പൊ ഇത് എല്ലായിടത്തും ഉണ്ട്, മതത്തിൽ മാത്രമൊന്നുമല്ല. അതാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മൾ ഇഷ്ടപ്പെടുകയും ആരാധിക്കുകയും അല്ലെങ്കിൽ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഈവൻ ഒരു വ്യക്തിയായാൽ പോലും അതിനെ മറ്റൊരാള് വിമർശിച്ചു കഴിഞ്ഞാൽ നമുക്ക് വികാരം വരും. അത്രയല്ലേ ഉള്ളൂ അതിന്റെ. പക്ഷെ അതെ, നമ്മളെ വികാരം ആളുകൾ എങ്ങനെയാണ് പുറത്തെടുക്കാന്ന് പറയാൻ പറ്റൂല. കാരണം ആളുകളിൽ ഒന്നാമത്തെ സങ്കടം എന്ന് വെച്ചാൽ വീഡിയോ ഒക്കെ മുറിഞ്ഞാ പോയെ. അപ്പോൾ എൻ്റെ പേജിൽ വലിയ റീച്ചൊന്നുമില്ല, എല്ലാത്തിനും ഒരു 200-300K നിൽക്കുന്നത്. പക്ഷെ മില്യൺ കണക്കിന് അടിച്ച പേജിലൊക്കെ ഇത് കഷ്ണാണ്. അപ്പൊ ഇതിന്റെ മുന്നേ എന്താ പറഞ്ഞത് എന്നുള്ളതാണ്. ഞാൻ എൻ്റെ എല്ലാ വീഡിയോയുടെ ആദ്യത്തെ കമന്റ് പിൻ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു സാധനം ഉണ്ട്. നിങ്ങൾ നോക്കിയാൽ കാണുന്നത് ഇത് ഒരു മതത്തെയോ ഉസ്താദുമാരെയോ കളിയാക്കാനുള്ളതല്ല, പകരം മതത്തിന്റെ പേരിൽ പിരിവ് നടത്തുന്ന ആളുകളെയും എന്ത് വിവരക്കേടും വിളിച്ചു പറയുന്ന കപട ഉസ്താദുമാരെയുമാണ് ഞാൻ വിമർശിക്കുന്നത് എന്ന് അതിൽ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും ആകെ നോക്കാൻ നേരില്ല. ആളപ്പോ ഇജ്ജേതാടാ എന്നുള്ളതാണ്. മാത്രമല്ല ഗ്രൂപ്പിന്റെ പേരും പിരിവിൻ നിലാവ് എന്നുള്ള ഒരു പേര് മനഃപൂർവ്വം ഇട്ടതാ. അത് നമ്മളെ ഞാൻ പറഞ്ഞില്ല, നമ്മുടെ സുഹൃത്ത് ജാബിറാണ് ഈ പേര്. അതായത് അങ്ങനെ പോലും ഒരു തെറ്റിദ്ധാരണ ഉണ്ടായത് എന്ന് വിചാരിച്ചിട്ട് ഇട്ടതാ. പിന്നെ ഞാൻ ആദ്യത്തെ വീഡിയോ ഞാൻ തലയിൽ ഇങ്ങനെ ഇട്ട്, അപ്പൊ എനിക്ക് തോന്നി ആ സാധനം പോലും ആളുകൾക്ക് വേണ്ടാന്ന് വെച്ചിട്ട് തോളിലിട്ടിട്ടാ പിന്നീട് വീഡിയോ എടുത്ത്. ഇനി ഇങ്ങനെ തലയിലിടുന്നത് ഒരു ശൈലി ഓഫ് ആളുകളതാണ്. അപ്പൊ അതിന് പോലും അനുകരിക്കരുത് ഞാൻ വിചാരിച്ചിരുന്നു. പക്ഷെ എന്ത് വിചാരിച്ചിട്ട് അതൊരു കാര്യമില്ല, നടന്നില്ല.
വേറെ ഒരു ചോദ്യം കൂടെ ചോദിക്കട്ടെ. ഇതിപ്പോ മുസ്ലിങ്ങളുടെ കാര്യമാണല്ലോ പറഞ്ഞത്, അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ ഒരു വിഭാഗം ഇതിനെ എടുത്ത കാര്യമാണ്, വൈകാരികമായിട്ട് എടുത്തു എന്നുള്ളതാണ്. അതല്ലാതെ മുസ്ലിങ്ങളല്ലാത്ത ഇതര മതവിഭാഗങ്ങളിൽപ്പെട്ടവരോ അല്ലെങ്കിൽ യുക്തിവാദികളായിട്ടുള്ള ആളുകൾ ഇത് ഏറ്റെടുത്തിട്ടുണ്ടോ? ഇത്രയും വിവരമില്ലാത്ത ഉസ്താദുമാരാണ് കേരളത്തിൽ എന്നുള്ള രീതിയിൽ ഇത് ട്വിറ്ററിൽ പങ്കുവെച്ചു. അത് എനിക്ക് സത്യത്തിൽ എനിക്ക് ട്വിറ്റർ അക്കൗണ്ട് ഒന്നുമില്ല, പക്ഷെ അതിന്റെ ഒരു സ്ക്രീൻഷോട്ട് എനിക്ക് അയച്ചെന്നപ്പോ അതിന്റെ താഴെ ഈ പറയുന്ന സാധനത്തെ ഹിന്ദി ഭാഷയിൽ തർജ്ജമയായിട്ട് എഴുതിക്കൊണ്ടിരിക്കുക. അപ്പോ ഞാൻ ആളെ പേര് പറയുന്നില്ല, ഇവിടുത്തെ പ്രഗത്ഭനായിട്ടുള്ള ഒരാളാണ് അത് പങ്കുവെച്ചത്. ആളുടെ ഉദ്ദേശം എന്തോ എല്ലാവർക്കും അവരുടെ ഉദ്ദേശം ഉണ്ടാവും. അപ്പൊ എനിക്ക് മനസ്സിലായി, എന്ത് അറിയോ, ഞാൻ എന്താണോ പറയണത് അതൊന്നും അല്ല ഈ ആളുകൾ എടുക്കണത്. അപ്പൊ ഇത് അപകടം അങ്ങനെയൊക്കെ പോയി. അപ്പൊ എനിക്ക് തോന്നി ഇല്ല, ഇത് സെറ്റ് ആവൂല. കാരണം ഇത് സെറ്റ് ആവില്ല എന്ന് വെച്ചാൽ ഇത് മുഴുവനായിട്ട് നിർത്തുക എന്നുള്ളതല്ല. ഇതിൽ എനിക്ക് പറയാനുള്ളത്, ഒന്ന് ഇതിനെ ഉപയോഗിച്ചിട്ടുള്ള ഈ പറയുന്ന 100% മുസ്ലിം വിരോധികളും അല്ലെങ്കിൽ ഈ പറയുന്ന മുസ്ലിം വിഭാഗത്തോടുള്ള വിരോധികളുടെ ഒപ്പം എനിക്ക് നിൽക്കാൻ പറ്റില്ല. ഇനി ഫുൾ ടൈം ഈ പറയുന്ന ഇസ്ലാമിന്റെ ബേസിൽ നിൽക്കുന്ന ആൾക്കാരൊപ്പം ഒരു ഉസ്താദായിട്ട് എനിക്ക് നിൽക്കാൻ പറ്റില്ല. ഞാനിത് ഫേമസ് ആവാനോ അല്ലെങ്കിൽ എനിക്ക് പറയാനുള്ളൊരു സാധനം പറയാൻ ശ്രമിച്ചതാണ്. പക്ഷെ എനിക്കിത് പറഞ്ഞു തുടങ്ങിയപ്പോൾ ഇത് ഞാൻ പറയേണ്ടതാണ്. കാരണം ഒരു വേഷത്തെ വിശ്വസിക്കുന്ന, ഒരു ശൈലിയെ വിശ്വസിക്കുന്ന സമൂഹത്തോട് ഇതല്ല, നിങ്ങൾ ദൈവത്തെ വിശ്വസിക്കുന്ന യഥാർത്ഥ മതപണ്ഡിതന്മാരെ തിരിച്ചറിയാനുള്ള ബുദ്ധി നിങ്ങൾ കാണിക്കണം എന്ന് പറയണേ. എനിക്ക് പറയണം, അത് പറയാൻ പറ്റുന്നില്ല. കാരണം നിങ്ങൾ നോക്കി, ഇവിടെ ഒരു കൊടിമരം കെട്ടിയാൽ ഉസ്താദ്, ഇന്നോവ കാർ വെക്കുന്ന ഉസ്താദ്, സ്വപ്നം കണ്ടിട്ട് ലക്ഷങ്ങൾ വാങ്ങുന്ന ഉസ്താദ്, പിന്നെ അതേപോലെ തന്നെ മരിച്ചവരെ ജീവിപ്പിക്കുന്ന ഉസ്താദ്, വിമാനത്തെ ഇറക്കുന്ന ഉസ്താദ്, അങ്ങനെ 100 കണക്കിന് ഉസ്താദ്. പിന്നെ അടുത്ത് വന്ന പല പരാമർശങ്ങളും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, സയൻസിനെതിരെയും അല്ലാത്തൊക്കെ. അപ്പം ഇതൊക്കെ പറയുന്ന ഉസ്താദുമാര് ഒരു പരിധിയിൽ കൂടുതൽ ജനസമൂഹം അവരുടെ കൂടെ ഉണ്ട് എന്നുള്ളതിന്റെ പേരിൽ ഇവരാരും ട്രോളാൻ പോകുന്നില്ല. അല്ലെങ്കിൽ ട്രോൾ ചെയ്യാൽ അത് ട്രോൾ പേജിൽ അവസാനിക്കുകയാണ്. പക്ഷെ ഞാനൊരു ഒറ്റ വ്യക്തി എന്നുള്ള രീതിയിൽ അവനെ 2 കൊടുത്തിട്ട് ഇവനെ ഒതുക്കാം എന്ന് ആളുകൾ ധൈര്യപ്പെടുന്നു. ആൾ എന്റെ കൂടെ അനുയായികളായിട്ട് കൈമുത്താനും അല്ലെങ്കിൽ കുറെ ആള് പിന്നാലെ നടക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ എന്തുണ്ടാവില്ല, എനിക്കിത് പേടിക്കണ്ട. അല്ല, അങ്ങനെയുള്ളൊരു ഒരു തോട്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, അങ്ങനെ ചിന്ത ഉണ്ടെങ്കിൽ ശരിക്കും ആ ഒരു ശൈലിയിലേക്ക്, മീൻസ് നിങ്ങൾ ഈ വേഷത്തെയോ അല്ലെങ്കിൽ ഈ ശ്രുതിയെയോ അല്ലെങ്കിൽ ആ ശൈലിയൊന്നും അല്ല പിന്തുടരേണ്ടത്, മറിച്ച് ആ ദർശനത്തെയാണ് പിന്തുടരേണ്ടത് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഇത് തുടരാൻ പറ്റൂലേ? അങ്ങനെ പറയുമ്പോ ഞാൻ ശരിക്കും ഉസ്താദാവൂലേ? മതത്തിന്റെ കാര്യം പറയേണ്ടത് ശരിക്കുള്ള ഉസ്താദ്മാരല്ലേ? അപ്പൊ ഞാൻ അതാണ്, എനിക്കത് പറയാനുള്ള വിവരമല്ല. മാത്രല്ല ആ പണിയല്ല എന്റേത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മീഡിയ പഠിച്ചത്, ജേർണലിസം പഠിച്ചത്. അപ്പൊ നമുക്ക് ഇതല്ലെങ്കിൽ വേറൊരു രീതിയിൽ നമുക്ക് ചെയ്യാം. ഞാൻ ഭയങ്കര സോഷ്യൽ കമ്മിറ്റ്മെന്റിൽ നമുക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ എന്നാൽ ഇതിങ്ങനെ പറയേണ്ടതാണെന്നുള്ളത് ഞാൻ പലപ്പോഴായിട്ടും പല രീതിയിൽ പറഞ്ഞിട്ടുമുണ്ട്. അപ്പൊ ഒരു ഇടയിൽ നിന്നിട്ട് വലിയ തടിക്ക് കേടില്ലാതെ പറയാനേ ഞാനുള്ളൂ. അപ്പൊ ഞാനിപ്പോ ഇതിലിപ്പോ എന്റെ അടുത്ത് 1-2 ആൾക്കാർ സംസാരിച്ചപ്പോ എനിക്ക് തോന്നി ഒരു ആശയം ഇതാണ്. എന്താ അറിയോ, കണ്ടാൽ കോമഡി ഉസ്താദാണ്, ഇത് ഒറിജിനൽ ഉസ്താദ് അല്ല എന്ന് മനസ്സിലാകുന്ന ഒരു വേഷത്തില് ഈ പറയുന്ന യഥാർത്ഥ ട്രോളേണ്ട മാരത്തെ ട്രോളാണെന്ന് തന്നെ മനസ്സിലാകുന്ന രീതിയിൽ അവതരിപ്പിച്ച് നോക്കാം എന്ന് ഞാൻ ചിലപ്പോൾ ആലോചിക്കുന്നുണ്ട്. ഞാൻ അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ ഇത് ശരിയാവുമായിരിക്കും. ഇവിടെ ഒരു തൂവലും ഒരു ചുവന്ന തൊപ്പിയൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ട്രോളിന്റെ വിഷയം നമുക്ക് ട്രോളും ചെയ്യാം, എന്നാൽ ഉസ്താദ്മാരുടെ ഈ പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ അവസാനിക്കും ചെയ്യായിരിക്കും. അങ്ങനെ ഒരു പ്ലാൻ ഉണ്ട്. പക്ഷെ ചിലപ്പോൾ ഇത്ര റീച്ച് കിട്ടൂല. കാരണം ഇതിന് റീച്ച് കിട്ടിയാൽ എന്താ പറയുക, ഞാനൊരു രസമുള്ള ഒരു സാധനം പറയാം. എൻ്റെ നാട്ടില് ഞാൻ സ്ഥലം പറയുള്ളൂ, അവിടെ ഒരു ഗ്രൂപ്പ് ഉണ്ട്. ആ ഗ്രൂപ്പിൽ ഞാൻ അവസാനത്തെ, അതായത് ബീച്ചിൽ സ്ത്രീകൾ പോരുതെന്നുള്ള വീഡിയോ എഴുതി കൊടുത്തിരിക്കുന്ന ഒരു ദീർഘമായ എഴുത്തെന്താ അറിയോ, പിന്നെ അതായത് നമ്മൾ ഇത്തരം സൂക്ഷ്മത പുലർത്തേണ്ടത് ഒരു മുസ്ലിമിന്റെ ഉത്തരവാദിത്തമാണ്. ഞായറാഴ്ച ബീച്ചുകളിൽ പോകുന്നവർ ഈ രീതിയിലുള്ള പൊതു ഇടങ്ങളിലേക്ക് സ്വന്തം സ്ത്രീകളെ കൊണ്ടുപോകാതിരിക്കണം, ഉസ്താദ് പറയുന്നത് കേൾക്കൂന്നുള്ളത്. ഞാനിത് ട്രോളിയതാണെന്ന് മനസ്സിലാകാതെ വളരെ ശക്തമായ ഗ്രൂപ്പിൽ വലിയൊരു ദീർഘമായി എഴുതിയതിന്റെ താഴ്ത്തിക്കാണ്. അപ്പൊ ഞാൻ ആലോചിച്ച് നോക്കുക, ഇതിങ്ങനെയല്ലേ പോവാ. രണ്ടാമത്തേത് ഒരു ഞാൻ ഈ അടുത്ത് കണ്ടത്, ഇദ്ദേഹം യഥാർത്ഥത്തിൽ ഉസ്താദല്ല, ഒരു ട്രോൾ ചെയ്യുന്ന ഒരാളാണ്, ഇങ്ങനൊരു മജ്ലിസ് നടന്നതായിട്ട് ഒരു രേഖയുമില്ല എന്നുള്ളത് ആധികാരികമായിട്ട് ഉസ്താദുമാർക്ക് പറയേണ്ട വിധത്തിലേക്ക് ഇത് എത്തിച്ചു. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കി ഇതിന്റെ ഗതികേട് എത്രത്തോളം എത്തി. എന്നാണ് ആളുകൾക്ക് ഇന്നാലേ മനസ്സിലാവുള്ളൂ. ഇതില് ശരിക്കും പറഞ്ഞ ഒരു കെട്ടകാലത്തെയാണ് നിങ്ങൾ പറയുന്നത്. കാരണം ഒരു തമാശ പറയണമെങ്കിൽ